ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, സമർപ്പിതരായിരിക്കുന്ന സിസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയ വാത്സല്യ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കേവർക്കും നിസ്സലനായിരിക്കുന്ന ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. വിശുദ്ധവാരം വിനയപ്പെടുവാനുള്ള അവസരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ധന്യമായ നിമിഷത്തിൽ നിങ്ങളോട് ചേർന്ന് തിരുവചന ഭാഗം പുനർവിചിന്തനം ചെയ്യുന്നതിന് ബലഹീന ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത് വാക്യമാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ സ്മരണയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ വാരം ലോകം മുഴുവനും ഇന്ന് ആ വലിയ ആധ്യാത്മികതയുടെ പ്രബുദ്ധതയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലോകത്തിൽ മനുഷ്യൻ മുഴുവനും വലിയ ഭയത്തിൻ്റെ, നിരാശയുടെ, മരവിച്ച അനുഭവത്തിൽ ജീവിക്കുകയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന യുദ്ധം, അതിന് യഥാർത്ഥമായൊരു പരിഹാരം കണ്ടെത്താതെ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആധിപത്യ മനോഭാവവും ശ്രേഷ്ഠതാബോധവും അകത്തെ ഒരുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും നമ്മളൊരു പെസഹ ആചരണത്തിലേക്ക് ഒരുങ്ങുന്നത്. യെരുശലേം ദേവാലയത്തിലെ പെസഹ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ. പെസഹ എന്ന ഹീബ്രു പദത്തിന് അർത്ഥം കടന്നുപോക്കൽ എന്നാണ്. ഈ കടന്നുപോക്കലിന് 2 മാനങ്ങളുണ്ട്. ഒന്ന്, ഈജിപ്തിലെ ക്രൂരമായ അടിമത്വത്തിൽ നിന്ന് യഹോവ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ദൗത്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം. തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഉജ്ജ്വലമായ പഴയ നിയമ കാഴ്ചപ്പാടിൻ്റെ ഓർമ്മ. രണ്ടാമത്, സഹിയോൻ മാളികയിൽ അന്ത്യ അത്താഴ സമയത്ത് യേശു തമ്പുരാൻ തൻ്റെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ പകർന്നു നൽകി മനുഷ്യകുലത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പുതിയ നിയമ ഓർമ്മയാണ്. ഈ 2 ഓർമ്മയിലും ദൈവത്തിൻ്റെ ഇടപെടൽ സംജാതമാണ്. ഈജിപ്തിലുള്ള തൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ കണ്ട് മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം താൻ കേട്ടു. അവരുടെ യാതനകൾ താൻ അറിയുന്നു. നീണ്ടുനിന്ന ഇരുളണഞ്ഞ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ പ്രകാശം പ്രസരിച്ചുവെങ്കിലും അതിനെ ഇരുട്ടിൻ്റെ സന്താനങ്ങൾ ഊതിക്കെടുത്തി പ്രതിരോധിച്ചത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന സദ്വാർത്ത ദരിദ്രരുടെ കാതുകളിൽ അത് മുഴക്കം സൃഷ്ടിച്ച ഒരു വലിയ അനുഭവമാണ്. അവർ ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. യേശുവിൽ നിന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചപ്പോൾ അവനിൽ അവർക്ക് ഒരു പ്രത്യാശ ഉളവാക്കി. ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം തുറന്നിട്ടതും, കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചതും, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുത്തിയതും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ട് അകറ്റിയതും, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മൃത്യുവിൽ നിന്നും സ്വാതന്ത്ര്യം നൽകിയതുമൊക്കെ ശിഷ്യന്മാരുടെയും ജനത്തിൻ്റെയും മനസ്സിൽ
മങ്ങാതെ വെളിച്ചമായി ജ്വലിച്ചപ്പോൾ അവർ ഉറപ്പിച്ചു, ഇവൻ തന്നെയാണ് തങ്ങൾക്കായി രൂപപ്പെട്ട രക്ഷയുടെ രാജാവ് എന്ന്. അടിച്ചമർത്തപ്പെട്ട അവരുടെ അടക്കിപ്പിടിച്ച നോവുകൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ ഊഹിക്കാൻ സാധിക്കുന്നതാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രതിധ്വനിക്കുന്നതായ ശബ്ദം അത് വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമായിരുന്നു. ജീവനില്ലാത്ത ആചാരങ്ങൾ നൂറ്റാണ്ടുകളായി ജനതയുടെ ഭാരവും ഭയവുമായിരുന്നു. ശാപത്തിൻ്റെ പേരിൽ പരീശരും ശാസ്ത്രിമാരും എത്രയോ പേരുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. അപ്പോഴൊക്കെ കപടനാട്യക്കാരായ നിയമജ്ഞരെ, പരീശരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് തുടങ്ങിയ നിശിതമായിരിക്കുന്ന വിമർശനങ്ങൾ യേശുമ്പുരാൻ അവരെ നോക്കി പ്രതികരിച്ചിട്ടുണ്ട്. യേശു അപ്പവും പാനപാത്രവും എടുത്ത് ദൈവത്തെ സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകിയ കർമ്മമാണ് ഈ പെസഹ എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഓർമ്മയ്ക്കായി വിശുദ്ധ കുർബാനയായി തുടരുന്നത്. യേശു ഉപയോഗിച്ച സ്ഥാപന വചനങ്ങൾ തന്നെയാണ് ഓരോ കുർബാനയിലും ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് തുടരുന്നത്. അപ്പം മുറിച്ചപ്പോൾ പ്രതീകാത്മമായി യേശുവിൻ്റെ ശരീരം കാൽവറിയിൽ മുറിക്കപ്പെട്ടതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ കൂടി യേശു തമ്പുരാൻ്റെ നിത്യബലിയിൽ സഭ പങ്കുചേരുന്നു. പാപമോചനത്തോടൊപ്പം ദൈവീക ജീവനുള്ള പങ്കാളിത്തത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിശുദ്ധ കുർബാനയെ പ്രദാനം ചെയ്യുന്നു. ഈ വിശുദ്ധ വാരത്തിൽ എളിമയുടെ ആ പുതിയ വഴിയിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന കല്ലുകൾ നീക്കി യേശുവിൻ്റെ വിനയമാകുന്ന ലാളിത്യം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അഹങ്കാരമാകുന്ന കുതിരപ്പുറത്തു നിന്ന് വിനയമാകുന്ന കഴുതയുടെ പുറത്തേക്കുള്ള നമ്മുടെ ഒരു മാറ്റത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മോടൊത്ത് വസിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മുടെയും ജീവിതത്തിൻ്റെ അടങ്ങാത്ത കടലിരമ്പുകൾ അതിലുണ്ട്. പാവപ്പെട്ടവൻ്റെ വേദനയിൽ നിന്നും, തകർന്ന കുടുംബങ്ങളുടെ, തകരുന്ന ദാമ്പത്യങ്ങളുടെ മുറിപ്പാടുകളിൽ നിന്നും, അക്രമത്തിൻ്റെ ആക്രോശത്തിൽ നിന്നും, വർഗീയതയുടെ അമർത്തലുകൾക്കിടയിൽ നിന്നും, സ്വാർത്ഥതയുടെ പ്രാന്തിൽ പൊലിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ നിങ്ങളുടെയും എന്നെയും ചേർത്തു നിർത്തുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹഭാവങ്ങളാണ്. വിനയത്തോട്, സൗമ്യതയോട് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി അവരെ വിനയത്തിൻ്റെ പാഠങ്ങളെ താൻ പഠിപ്പിച്ചു. തൻ്റെ ജീവിതമാകുന്ന ഈ വിനയാനുഭവം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണം എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, പെസഹ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ക്രിസ്തു നമ്മോടുകൂടെ ഇരിക്കുന്നതിന് വേണ്ടി അപ്പത്തിൻ്റെ നാടായ ബേത്ലഹേമിൽ നിന്ന് അവൻ അപ്പമായി നമ്മളിലേക്ക് രൂപാന്തരപ്പെട്ട ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ രൂപാന്തരം വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പെസഹ ഒരു വിടുതലിൻ്റെ സംഘസ്മൃതിയാണ്. പാസ് ഓവർ, കളക്റ്റീവ് മെമ്മറി ഓഫ് ഫ്രീഡം. ഓരോ പെസഹായുടെയും അർത്ഥങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. പാപത്തിൻ്റെ അടിമത്തത്തിന് രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുഊന്നിയതിൻ്റെ ഓർമ്മയാണ് പെസഹ. പെസഹ എന്ന് പറയുന്നത് പാസ് ഓവർ, സെലിബ്രേഷൻ ഓഫ് ദ ലിബറേഷൻ ത്രൂ ദ കിങ്ഡം ഓഫ് ഗാഡ്. പെസഹ ദൈവരാജ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ്. അടിമത്തത്തിൻ്റെ രുചിയിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ദൈവരാജ്യ സമൃദ്ധിയിലേക്ക് മുന്നേറുവാൻ നമുക്ക് കഴിയണം. പാസ് ഓവർ ആൻഡ് ഇൻവിറ്റേഷൻ ഫോർ ദ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള ഒരുമിച്ചുള്ള
കൂട്ടായ്മയിലേക്കുള്ള ഒരു ക്ഷണമാണ്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവരുടെയും തന്നെ തള്ളിപ്പറഞ്ഞവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വലിയ കൂദാശയിലേക്ക് ദൈവം നമ്മെയും ചേർത്ത് വെക്കുന്നു. പാപത്തിൻ്റെ അടിമത്തിൽ നിന്നുള്ള വിടുതലും ദൈവത്തോട് ഒത്തുള്ള നിത്യമായ കൂട്ടായ്മയും ഈ അനുഭവത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ, അതിന് ഈ പെസഹായുടെ ദിനം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.